ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. എന്താ വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ഇന്ന് എല്ലാവരും പറയും സർക്കാരിന്റെ രാവിലത്തെ അസ്സലാമു അലൈക്കും അല്ലെങ്കിൽ ഗുഡ് മോർണിംഗ് കേൾക്കാനാണ് കാത്തിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു നല്ല വാക്കുകൾ കേൾക്കുക എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. നമ്മളെ ഉണരുന്ന എണ്ണത്തിന് അല്ലെങ്കിൽ ആദ്യമായിട്ട് എൻ്റെ മൊബൈൽ നോക്കുമ്പോൾ വേറെ എന്തെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ഞാനത് എനിക്കൊരു ബേഡായിട്ടാണ് തോന്നാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും ഒരുപാട് ആൾ പറയാറുണ്ട് രാവിലെ തന്നെ ഒരു അസ്സലാമു അലൈക്കും ഗുഡ് മോർണിംഗ് പറഞ്ഞ് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ തന്നെയാണ് തുടങ്ങാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മളെ സബ്ജക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുപ്രവർത്തകരെ അവർക്ക് അതിൻ്റെതായ സ്ഥാനം കൊടുക്കുക. അതായത് നാട്ടിലും എവിടെയാണെങ്കിലും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെ ആശംസിക്കുക, അവരെ ബഹുമാനിക്കുക, അവരെ ആദരിക്കുക. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്? കാരണം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പ്രവൃത്തിയല്ല ചെയ്യുന്നത്. ഇപ്പൊ നമ്മളോട് ഒരാളൊരു കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു പ്രയാസത്തിൽ അനുഭവിക്കുന്നവരെ സഹായിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും, ആരായിക്കോട്ടെ, എക്സ് ഓർ വൈ, ആരായിക്കോട്ടെ, എവിടുന്നുള്ളവനായിക്കോട്ടെ, ഏത് രാജ്യക്കാരനായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിക്കോട്ടെ, ഒരു കാര്യം ഉറപ്പാണ്: അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. നല്ലത് ആര് ചെയ്യുന്നതോ, അത് രാഷ്ട്രീയമുണ്ടോ, അത് രാഷ്ട്രീയപരമായിട്ടാണോ, അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരനായിക്കോട്ടെ, ഏത് വിഭാഗത്തിൽപ്പെട്ടവനായിക്കോട്ടെ, നല്ലത് ആര് ചെയ്തുവോ അതിനെ അഭിനന്ദിക്കണം. ചീത്തകൾ ആരെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ, ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ വിളിച്ച് ഉപദേശിക്കണം. നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ലട്ടോ, നിങ്ങൾക്ക് ഈ വഴി ഒന്ന് മാറ്റി നല്ല ഇതിൽ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്നും, അല്ലെങ്കിൽ അറിയാത്തവർക്ക് പറഞ്ഞു കൊടുത്ത് ഉപദേശിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട്. അപ്പൊ നമ്മളിന്ന് പറഞ്ഞ വിഷയം ഇതാണല്ലോ, പൊതുപ്രവർത്തകരെ ആദരിക്കുക. നന്മ ആര് ചെയ്യുന്നോ അവരെ ആദരിക്കുക. അതിൽ യാതൊരു മടിയും കരുതണ്ട. എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ, ഒരു പൊതുപകാരം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചില്ലറ പണിയൊന്നും അല്ലട്ടോ. എന്തായിക്കോട്ടെ, ഒരാള് നമ്മളെ സമീപിച്ച് എന്ത് വിഷയങ്ങളായിക്കോട്ടെ, ഒരു അതിർത്തി തർക്കമായിക്കോട്ടെ, മുതൽ തർക്കമായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് സാമ്പത്തിക വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു അസുഖ സംബന്ധമായ പ്രശ്നങ്ങളായിക്കോട്ടെ, ഹോസ്പിറ്റൽ കേസ്, ഏതൊരു വിധേനയും ഒരാളും ഇതൊന്നും പരിശ്രമിക്കാതെ ആർക്കും ഒന്നും കിട്ടൂല എന്നുള്ളത് മറ്റുള്ളവർ കൂടി മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയാനുള്ളത്. ഇപ്പൊ നമ്മളൊരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തു, അവനെ ഉപദ്രവിക്കാതിരിക്കുക, അവനെ കൊണ്ട് സ്നേഹിക്കുക. അല്ലാതെ അതിപ്പോ എന്താ അങ്ങനെ ഇന്ത്യതുകൊണ്ട് കിട്ടിയതല്ലേ എന്ന് കരുതരുത്. ഓരോ പ്രവർത്തനങ്ങൾക്കും അതിൻ്റെതായ വില കൽപ്പിക്കണം. ഇവൻ എന്തായിക്കോട്ടെ ആ ഒരു കാര്യത്തില്. ഇപ്പൊ നമ്മള് രാഷ്ട്രീയപരമായിട്ട് ആളുകൾ ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, പൊതുവായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഏത് രാഷ്ട്രീയം നോക്കേണ്ട ആവശ്യമില്ല. നല്ലത് ചെയ്യുന്നത് ആരാണോ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവന് അതിന്റെ പരിഗണന കൊടുക്കുക, അവനെ ആശംസിക്കുക, അവനെ ആദരിക്കുക. മറ്റുള്ള ഇത് ഈ പൊതുപ്രവർത്തനത്തിന്റെ ഇടയിൽ കൂടെ കാശ് മറ്റുള്ള ഇത് അവിഹിതം സമ്പാദിക്കാൻ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ശക്തമായി നേരിടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം പല രീതിയിലും നമ്മൾ പല അനുഭവങ്ങളും അല്ലെങ്കിൽ പല രീതിയിലും നമ്മളതിനെ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു കാര്യത്തിലാണ് ഞാൻ പറയുന്നത് നിങ്ങളോട്. ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുന്നല്ല കേട്ടോ, ഞാൻ വണ്ടിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ പറഞ്ഞ ഇന്നത്തെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത്. ഇതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാണ്ട് പറയാനുണ്ട്. അപ്പൊ നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം ഒന്നും മതിയാവൂല. നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിന്റെ വ്യക്തമായ രീതിയിൽ നിങ്ങളോട് പറഞ്ഞ കാര്യം. അപ്പൊ നമ്മൾ ചെറിയൊരു ഇന്റിമേഷൻ തരുമ്പോ തന്നെ മനസ്സിലാക്കുന്നത് എന്താണ്, അതിൽ പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം ഉണ്ടെങ്കിൽ കേട്ടോ, നിങ്ങൾ അങ്ങനെ ഊഹിക്കുന്നുണ്ടെങ്കിൽ അല്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, പൊതുപ്രവർത്തകന് ഓന്റെ പണി നോക്കട്ടെ, ഓനെന്താപ്പോ ഓനെന്തെങ്കിലും. പിന്നെ ഞാനൊരു പ്രത്യേക കാര്യം ഇതിൽ പറയാനുള്ളത് എന്താണെന്നറിയോ, ഒരു കാര്യം ചെയ്യാൻ ഒരുങ്ങിക്കഴിഞ്ഞാല് അതിനു വേണ്ടി ഒരാൾ പരിശ്രമിക്കുമ്പോ പുറത്തുനിന്ന് ആളുകൾ പറയും
അതോ എനിക്ക് നല്ല വരുമാനം കിട്ടണ്ടായിരുന്നേ, അല്ലെങ്കിൽ ഓൻ മറ്റുള്ള എന്തെങ്കിലും ഇന്ന് മോഹിക്കുന്നുണ്ടാവും എന്ന് ഉദ്ദേശിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. അവന് നിന്ന് മുതലിട്ടാതെ ഇതിന് കിട്ടൂലട്ടോ, വെറുതെ ഇപ്പൊ എന്തിനാവും നിൽക്കുന്നതിന് ചോദിക്കും. അപ്പൊ അത്തരം വാക്കുകളൊക്കെ കുത്തുവാക്കുകളാണ് അതൊക്കെ. അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം, പക്ഷെ അപ്പൊ മറ്റുള്ളവർ കൂടി അതൊരു ബുദ്ധിമുട്ടായി വരികയാണെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും ആരെയാണ് എപ്പോഴും ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അതിന് പൊതുപ്രവർത്തനായിക്കോട്ടെ, രാഷ്ട്രീയക്കാരനായിക്കോട്ടെ, മറ്റുള്ളവനായിക്കോട്ടെ, നമ്മളെല്ലാവരും നിഷ്പ്രഭരാണ്. നമ്മളടുത്ത് സമ്പത്തുണ്ട് എന്നോ, നമ്മളടുത്ത് അതുണ്ട് എന്നോ, വാഹനം ഉണ്ട് എന്നോ, നമ്മളടുത്ത് കുറെ മുതലുണ്ട് എന്നോ, കുറെ കായുണ്ട് എന്ന് എഴുതിയിട്ടൊന്നും അതുകൊണ്ടൊന്നും കാര്യമില്ല. ഒരു പക്ഷേ ഈ പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ ഈ ഒരു സാമൂഹിക പ്രവർത്തകന്റെ അല്ലെങ്കിൽ ഈ ഒരു ഇടപെടലുള്ള ആയിരിക്കാൻ നമുക്ക് വലിയ ഗുണം ചെയ്യുക എന്നുള്ളതൊന്നും നമ്മൾ ആരും മറക്കാൻ പറ്റൂല. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങൾ നടന്നു പോകേണ്ടതാണ്. പല രീതിയിലുള്ള നമ്മളിപ്പോ ഒരു യാത്ര ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു യാത്രയിലായിരിക്കും നമുക്ക് വലിയ അനുഭവങ്ങൾ ഉണ്ടാകുക. ഞാൻ എൻ്റെ യാത്രകളിലൊക്കെ എൻ്റെ അടുത്ത് ആരാണോ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നത് അവരോട് നല്ല സൗഹൃദത്തിന് ശ്രമിക്കും. ഒരുപാട് ആളുകൾ എനിക്ക് അങ്ങനെ കണക്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരോട് കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അവർക്ക് തന്നെ ഒരു നല്ലൊരു എനർജി കിട്ടും. അവര് നമ്മളെ ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മളുടെ കൂട്ട് അത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പൊ അവര് നമ്മളെ പിന്നീട് നമ്മളവിടെ ബഹുമാനിക്കും. അവര് നമ്മളെ വിളിക്കുന്നു, എന്തെങ്കിലും അവരുടെ വിശേഷ ദിവസങ്ങളുണ്ടെങ്കിൽ പങ്കുവെക്കുന്നു, അവരുടെ എന്തെങ്കിലും കല്യാണം മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മളെ വിളിക്കുന്നു. അതൊക്കെ ഒരു ആദരമായിട്ടാണ് നമ്മൾ കാണേണ്ടത്. ഇവനെന്താ നമ്മൾ അന്ന് എന്താണ് ഫ്ലൈറ്റിൽ നിന്ന് പരിചയപ്പെട്ടു, അപ്പൊ നമ്മളുടെ ആ പ്ലാറ്റ്ഫോം അറിഞ്ഞപ്പോൾ അവന് നമ്മൾ ആദരിക്കുന്നു, നമ്മളെ സ്നേഹിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമ്മൾ ഓരോരുത്തരോടും എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്, നല്ല പ്രവൃത്തി ചെയ്യുന്നവരെ ആദരിക്കുക, ബഹുമാനിക്കുക, സ്നേഹിക്കുക. അതാരാണെങ്കിലും അതിന് മടി ഒരിക്കലും കാണിക്കണ്ട എന്നുള്ളതാണ് നിങ്ങളോട് എനിക്കിന്ന് പറയാനുള്ളത്. ഏതായാലും എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുകയാണ്. ഒക്കെ നന്നായി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നമ്മളുടെ ഈ വാക്കുകളിലോ എന്തെങ്കിലും നിങ്ങൾക്ക് ഒരു അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ ഒരു ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അത് എന്നെ പേഴ്സണലായിട്ട് അറിയിക്കാനും മടിക്കണ്ട. നിങ്ങളുടെ കമന്റിലൂടെയോ നിങ്ങളുടെ മറ്റിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് എന്റെ അടുത്തെത്തിക്കാനുള്ള മാർഗമെങ്കിലും അറിയിച്ച് എല്ലാവർക്കും മുന്നോട്ട് പോകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. താങ്ക് യു എവരിവൺ.